ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. കടലമാവും സവാളയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കിടിലനായിട്ട് ഈസി ആയിട്ടൊരു 4 മണി പലഹാരം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഈ വിഭവത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. ഇനി ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിന് 1.5 കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് സവാളയാണ്. അത് 2 മീഡിയം സൈസിലുള്ളത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില 2 ടേബിൾ സ്പൂൺ, മല്ലിയില 2 ടേബിൾ സ്പൂൺ. ആദ്യം ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇനി നമുക്ക് മസാലകൾ തയ്യാറാക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 3/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല തിക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് രുചിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് ബാറ്റർ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അധികം ലൂസാകാനും പാടില്ല, നല്ലതുപോലെ കട്ടിയാകാനും പാടില്ല. ഇതുപോലെ ആയിരിക്കണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് വറുക്കാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ ബാറ്ററിൽ നിന്ന് ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇരുവശവും ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ കോരി ഒരു പാത്രത്തിൽ മാറ്റാവുന്നതാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്ക് തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്കാണ്. രുചിയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റാണ് അതിന്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അവധിക്കാലമൊക്കെ അല്ലേ, കുട്ടികൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചായക്കൊപ്പം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക. കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് എത്തിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.